ഒരു കപ്പ് പച്ചരിയും കുറച്ച് പപ്പടം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു കപ്പ് പച്ചരി ആദ്യം തന്നെ കഴുകി കുതിർക്കാനായിട്ട് വെക്കണം. കുറേ സമയം കുതിർക്കൊന്നും വേണ്ട, 1 മണിക്കൂർ മാത്രം മതി നമുക്ക് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി ഒന്ന് വാഷ് ചെയ്ത് അതിൻ്റെ അഴുക്ക് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല വെള്ളം കുറച്ചൊഴിച്ച് 1 മണിക്കൂർ സമയം നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക് വേണം. ഞാനിപ്പോൾ ഒരു 8 എണ്ണം വരെ എടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായിട്ട് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഒരു 8 വറ്റൽമുളക് അതിൽ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം തന്നെ കുതിർന്ന് കിട്ടട്ടെ. കുതിർന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മളുടെ അരി വെള്ളമില്ലാതെ തന്നെ, വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അരയ്ക്കുന്ന ടൈമിൽ എന്തായാലും വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ വെള്ളം കുറച്ച് കളഞ്ഞിട്ട് നമ്മളിതാ മുളകും അരിയും കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. തരി ഒന്നും വേണ്ട, നല്ല നൈസായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് തിക്നെസ് വേണ്ട നമുക്ക്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് വളരെ കുറച്ച് വെള്ളം, ഒരു 3 സ്പൂണൊക്കെ മതി, ചെറിയ സ്പൂൺ കൊണ്ട് 3 സ്പൂൺ വെള്ളമൊക്കെ മതിയാവും. അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കുക, അതിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക വെള്ളം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് എള്ളാണ്, കറുത്തിട്ടുള്ള എള്ള് 1 ടീസ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടി ചേർക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ അളവിൽ തന്നെ. കായത്തിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഉണ്ടാകുമ്പോൾ സൂപ്പറായിട്ടിരിക്കും നമ്മളുടെ ഈ സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കടലിൽ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ. ഇനി നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. അപ്പോഴാണ് നല്ലൊരു കളറ് നമുക്ക് കിട്ടുള്ളൂ. മുളക് പൊടിയുടെ കളറ് മാത്രമല്ല, മഞ്ഞളും കൂടി വരുമ്പോൾ ഒരു സൂപ്പർ കളറായിട്ടിരിക്കും. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയാണ് നമുക്ക് നമ്മുടെ പപ്പടം വേണ്ടത്. നമ്മളിപ്പോൾ ഒരു 10 പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പടവടയാണ് കേട്ടോ. അപ്പോൾ ഒരു 10 എണ്ണം ഉണ്ടാക്കുന്ന അളവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ പപ്പടത്തിരി ഹാർഡായിട്ട് ഇരിക്കണം നമ്മുടെ വട ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ചൂടാക്കിയിട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ ഒന്നുമില്ല, വെയിലത്ത് വെച്ചിട്ടോ ഒന്നുമില്ല. സാധാരണ വെയിലത്ത് വെക്കണം, ഫ്രീസറിൽ വെക്കണം എന്നൊക്കെ പറയും. ഇത് നോർമലായിട്ട് ഫ്രിഡ്ജിൽ ഞാൻ കവറോട് കൂടി വെച്ചിരുന്ന പപ്പടമാണ്. അപ്പോൾ അതെടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒറ്റ പോളയായിട്ട് വരും. അപ്പോൾ ഒറ്റ പോളയായിട്ട് വരുന്ന എന്താണെന്ന് വെച്ചാൽ മസാല ശരിക്കും കോട്ടായിട്ട് ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഓരോ പപ്പടവും നമ്മുടെ ബാറ്ററിൽ ഇതേപോലെ, അപ്പോൾ എക്സസ് ആയിട്ടുള്ള ബാറ്റർ അതുമൊന്നും വിട്ടു പൊക്കോട്ടെ. അതിനുശേഷം മാത്രം നമ്മൾ ചൂടായി കിടക്കുന്ന നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓയിൽ ഫ്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തോ കുഴപ്പമൊന്നുമില്ല, എന്നാലും കൂടുതൽ ടേസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണയിലൊക്കെ തന്നെ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പുറത്ത് നമ്മളുടെ അരിമാവ് ഉള്ളത് കൊണ്ട് കുക്കായി കിട്ടാൻ ഒരിച്ചിരി സമയം പിടിക്കും. ഒരു 3 to 4 മിനിറ്റ് സമയമൊക്കെ വേണം. നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ആയോ എന്ന് ജസ്റ്റ് ഇതുമല്ലൊന്ന് തട്ടി നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ക്രിസ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പപ്പടവട നമുക്ക് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല. മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഇതിപ്പോൾ ദാ 2 സൈഡും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കായത്തിൻ്റെ പൊടിയൊക്കെ ഇതുപോലെ ചേർക്കുമ്പോൾ തന്നെയാണ് നല്ല വാസന ഉണ്ടാവുള്ളൂ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, കഴിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ആ കായത്തിൻ്റെ മണവും പിന്നെ എരിവും ഒരു ഇച്ചിരി എരിവ് മുന്നിലേക്ക് നിൽക്കണം. അപ്പോഴൊക്കെയാണ് നമ്മുടെ പപ്പടവട അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ ഇതാ നമ്മളെല്ലാ പപ്പടവടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി, നിങ്ങൾക്ക് ഇപ്പോൾ പൊട്ടിക്കണ ഒച്ച കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ വട ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാൻ കഴിക്കുന്ന ടൈമിലത്തെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമ്മുടെ പപ്പടവട ഇരിക്കണേന്ന്. അപ്പോൾ ഈസി അല്ലേ നമ്മുടെ പപ്പടവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പപ്പടവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചെയ്ത് നോക്കുന്ന ടൈമിൽ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് എന്നെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന ഈസി പീസി വെറൈറ്റി റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.